യൂട്യൂബർ രാജൻ ജോസഫിനെതിരെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്ക്. കൊച്ചിയിൽ നിന്ന് രാജൻ ജോസഫിനെ അടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴായിരുന്നു പ്രതിഷേധവും സംഘർഷവുമൊക്കെ. സംഭവത്തിൽ കണ്ടാലറിയുന്ന 20 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. രാജൻ ജോസഫിന് തല്ല് കിട്ടിയത് അവരുടെ പ്രവൃത്തി കാരണമാണെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പ്രതികരിച്ചു. വീഡിയോ പൂർണ്ണമായി സംരക്ഷണം ചെയ്യാൻ അല്ലെങ്കിൽ ഭാഗികമായി സംരക്ഷണം ചെയ്യാൻ ഈ ഉള്ള ഏതെങ്കിലും ചാനലുകൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? സംരക്ഷണം ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ അത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർ അടൂരെത്തിയാൽ ചിലപ്പോൾ 2 അടി കിട്ടിയെന്നിരിക്കും. സ്വാഭാവികമാണ്. അതിൻ്റെ പുറകിൽ ആരാണെങ്കിലും തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരവരുടെ ചെയ്ത പ്രവർത്തിയുടെ ഫലമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ യൂത്ത് കോൺഗ്രസോ KSU ഉണ്ടോ എന്നൊക്കെ ആരോപിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. DYFIയുടെ നേതാക്കന്മാരെ, CPMന്റെ നേതാക്കന്മാരെ ഇത്രയും പറഞ്ഞിട്ട് അതിൽ DYFIയോ CPMോ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറവായിട്ട് മാത്രം വിലയിരുത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിതിൻ തോമസ് വിവരങ്ങളുമായി. നിതിൻ, ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവർത്തകർ ഇയാളെ ബലം പ്രയോഗിച്ച് ഇറക്കുന്നത് കണ്ടു എന്നൊക്കെ ഇങ്ങനെ പ്രചരണങ്ങൾ കണ്ടു. എന്താണ് ഈ സ്റ്റേഷനിൽ എത്തിക്കുമ്പോൾ അവിടെ ഒരു സംഘർഷം ഉണ്ടാവാനൊക്കെ കാരണം? ഇപ്പോൾ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് വെച്ച് ഒരാൾക്ക് തല്ല് കിട്ടുക എന്നൊക്കെ പറയുന്നത് അത്ര ശരിയായ കാര്യമല്ലല്ലോ. കഴിഞ്ഞ ദിവസമാണ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്ന പരാമർശത്തിൽ യൂട്യൂബറായിട്ടുള്ള രാജൻ ജോസഫിനെ എറണാകുളത്ത് നിന്നും അടൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് രാത്രിയോടുകൂടിയിട്ടാണ് എറണാകുളത്ത് നിന്നും അടൂരിലേക്ക് രാജൻ ജോസഫിനെ എത്തിച്ചതും. ഈ എത്തിച്ച സമയത്താണ് യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധവുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഈ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷൻ അംഗമാണ്. അപ്പോൾ ഇവരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഈ യൂത്ത് കോൺഗ്രസും സംഘവും ഫെന്നി നൈനാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർ അവിടേക്ക് എത്തിയത് പ്രതിഷേധവുമായിട്ടാണ്. എന്നാൽ അതൊരു സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ഇദ്ദേഹത്തിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതായത് ഈ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് പോലീസ് ബലം പ്രയോഗിച്ച് ഈ രാജൻ ജോസഫിനെ ഉൾപ്പെടെ ആ ഗ്രില്ലിനുള്ളിലേക്ക് പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് വലിച്ചു കയറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ഒരു വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചു, ഒരു പ്രതിഷേധം കൊണ്ടുചെന്ന് എത്തിച്ചു. തുടർന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേൽക്കുന്ന രീതിയിലേക്ക് വരെ എത്തി. അപ്പോൾ ഇത്തരത്തിലൊരു സംഘർഷം ആ ഒരു പോലീസ് സ്റ്റേഷൻ പരിസരത്ത് അരങ്ങേറിയതിനെ പറ്റിയിട്ട് നമ്മൾ ശ്രീനാദേവി കുഞ്ഞമ്മയോട് ചോദിച്ച സമയത്താണ് അവർ അതിനെ അനുകൂലിച്ച് പറഞ്ഞത്. അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ച രീതിയിൽ സംസാരിച്ചതിന് പിടിക്കുമ്പോൾ അടൂരിൽ വെച്ചാണെങ്കിൽ ഇത്തരത്തിലൊരു സംഘർഷമൊക്കെ ഉണ്ടാവും, മർദ്ദനമൊക്കെ ഏൽക്കുമെന്ന രീതിയിൽ അവരെ ന്യായീകരിച്ച് പറഞ്ഞത്. നമുക്ക് പ്രതിഷേധിക്കുന്നതിനോട് നമ്മൾ ഒരിക്കലും എതിരഭിപ്രായമില്ല. എന്നാൽ അതൊരു സംഘർഷ സാഹചര്യത്തിലേക്ക് എത്തുകയും മറ്റുള്ളവർക്കുൾപ്പെടെ അതൊരു ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നതിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാനാവത്തില്ല. എന്നാൽ ആ ഒരു കാര്യത്തെ ന്യായീകരിച്ചാണ് ഒരാളെ കയ്യേറ്റം ചെയ്യാനോ ഏതെങ്കിലും രീതിയിലുള്ള സംഘർഷം ഉണ്ടാക്കാനോ ഒന്നും എന്ത് പ്രതിഷേധത്തിന്റെ പുറത്തായാലും അത് പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് വെച്ചാകുമ്പോൾ പ്രത്യേകിച്ച് അതിനാർക്കും അവകാശമില്ല. തല്ല് കിട്ടിയത് കയ്യിലിരിപ്പ് കൊണ്ടാകും എന്നൊക്കെ പറയുമ്പോഴും അത് നോക്കാനാണ് എന്താണ് അയാൾ ചെയ്തത്, അയാളുടെ കയ്യിലിരിപ്പിന്റെ പ്രശ്നം എന്താണ് എന്ന് നോക്കാനാണ് നിയമമുള്ളത് എന്നതാണ് അതിൽ പറയാനുള്ളത്.